ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഈ രാഷ്ട്രീയം എന്നതും മതരാഷ്ട്രീയം, മതവിശ്വാസം എന്നതും ഒക്കെ ഇടകലർത്തി പോകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ ഈ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കിയാൽ പോലും സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നൊരവസ്ഥയിൽ സി പി എം നിൽക്കുകയാണ്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ കൃത്യമായി പ്രകടമായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അത്തരം കണക്കുകളിലേക്കുമൊന്നുമല്ല പോകുന്നത്. നോക്കൂ, ഇവിടെ മോഹനൻ മാസ്റ്റർ ഇത് പറയുന്നതിന് മുൻപ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു. മെക്സവനെ പൂർണ്ണമായും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആശംസ അർപ്പിച്ചുകൊണ്ട് മെക്സവന് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു കത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി. ഇതൊന്നും അറിയാതെയാണോ ഇത്തരത്തിൽ പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെയൊക്കെ എതിരെ പറയുമ്പോൾ വളരെ കൃത്യമായ നടപടികൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാതെയല്ലല്ലോ പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതിന് പിന്നിൽ എന്തായിരിക്കാം? അല്ല, ഇപ്പോൾ ജയരാജ് സാറ് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനകത്തും ഇത്തരം മോളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. മോളുകൾ മാത്രമല്ല, ഇതിനകത്ത് ബ്രിഡ്ജസും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ അവർക്ക് എവിടേക്കൊക്കെയാണോ പാലം വേണ്ടത് അവിടേക്കൊക്കെ അവർക്ക് പാലങ്ങളുണ്ടാകും. ഇപ്പോൾ മോഹനൻ മാസ്റ്റർ വലിയ ആശങ്കയുടെ പുറത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ കൃത്യമായി അവർക്ക് സി പി എമ്മിലേക്കുള്ള പാലങ്ങൾ എന്താണോ ആ പാലങ്ങളെ അവർ ഉപയോഗിക്കുകയും മോഹനൻ മാസ്റ്ററെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത. പിന്നെ ശ്രീ ജയരാജ് സാറ് പറയുന്നുണ്ടായിരുന്നു, എന്താണ് മോഹനൻ മാസ്റ്റർ എക്സ്പ്രസ് ചെയ്ത കൺസേൺ എന്ന് പറയുന്നത് മെക്സവൻ നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ അല്ല, പക്ഷേ മെക്സവൻ അകത്തേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന്. പക്ഷേ അതിനകത്ത് ദുരൂഹമായിട്ട് അത്തരം അല്ല, ഒരു വാദത്തിന് വേണ്ടി നമുക്കതിനെ എടുക്കാം. പക്ഷേ എന്നാൽ പോലും സാറേ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അതിനെ ഒബ്സർവ് ചെയ്താൽ, വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല, ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. 2012 തുടങ്ങിയൊരു സംഘടന 2022 പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം വരെ എവിടെയാണോ തുടങ്ങിയത് അവിടെ മാത്രമുള്ള ഒരു പ്രാദേശിക സംഭവമായി നിലനിൽക്കുകയും, പക്ഷേ അതിനുശേഷം വരുന്ന ഒരു 2 വർഷം കൊണ്ട് 1000-ലധികം ബ്രാഞ്ചസ് ഉള്ള ഒരു സംവിധാനമായി നോർത്ത് കേരളം മുഴുവൻ അത് സ്പ്രെഡാവുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് വളരെ കൃത്യമായിട്ട് സംഘടനാ ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അപ്പോൾ ആരാണ് അതിൻ്റെ പുറകിൽ? ഇതെന്തുകൊണ്ട് നോർത്ത് കേരളയിൽ മാത്രം അല്ലെങ്കിൽ മലബാർ ബെൽറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്? എന്തുകൊണ്ട് സൗത്ത് കേരളയിലേക്കല്ല വളർന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം ബെൽറ്റ് ആ ഒരു മധ്യ കേരളത്തിലേക്കല്ല ഇത് വന്നത്? ഇത് പകരം നോർത്ത് കേരളയിലേക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് മാത്രം ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവനും ഏത് മതവിഭാഗത്തിൽ പെട്ടിരുന്നൊക്കെയുന്ന ആൾക്കാരാണെന്ന്. 1-2 ആൾക്കാർ എണ്ണിപ്പറക്കി എവിടെന്നെങ്കിലുമൊക്കെ അല്ലാത്തത് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ എക്സിബിഷനിസം അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ മതചിഹ്നങ്ങളെ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അതിനകത്ത് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ നിസ്കാരത്തൊപ്പി എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തും അല്ല, വെറുതെ അത് ആൾക്കാരിങ്ങനെ വെച്ചുകൊണ്ട് നടക്കലുണ്ടെങ്കിലും നിസ്കാരത്തൊപ്പി ആക്ച്വലി നിസ്കരിക്കുന്ന സമയമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ പോലും അതുൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ അത്തരത്തിൽ പ്രകടമായ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് ആൾക്കാർ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നും ആർക്കും ഇപ്പോൾ പരാതി പറയാനൊന്നും അവകാശമില്ല. കാരണം ഈ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പങ്കെടുക്കാൻ പാടില്ലേ? പങ്കെടുക്കാം. ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എന്ത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ഏത് പൊതുപരിപാടിയിലും പങ്കെടുക്കാം. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ റോക്കറ്റ് വിട്ടത് കണക്ക് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുകയും അതും അധികം ആരുടെയൊന്നും ശ്രദ്ധയിൽ പെടാത്ത രീതിയിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തോ ദെർ ഈസ് സംതിങ് ഫിഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മോഹനൻ മാസ്റ്റർ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മേൽ വലിയ പ്രഷർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രസ്താവന തിരുത്തുകയും അദ്ദേഹം അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രഷർ ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഈ പ്രഷർ ആരുടെ ഭാഗത്തു നിന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്നത്? അങ്ങനെ ഒരു പ്രഷർ വരണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ആയിരിക്കും. സംസ്ഥാന
തലത്തിൽ നിന്ന് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മെക്സവനെ പിന്തുണച്ച് കത്തെഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കത്ത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പാലങ്ങൾ മെക്സവന് എല്ലാ ഇടത്തേക്കും ഉള്ളപ്പോൾ അത്തരം പാലങ്ങളാണോ ഈ പറയുന്ന പ്രഷർ അദ്ദേഹത്തിൻ്റെ പുറത്ത് ചെലുത്തിയിരിക്കുന്നത്? അതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തിരുത്തുകയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്? സംശയങ്ങളാണ്, ചോദ്യങ്ങളാണ്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ വരും ദിവസങ്ങളിൽ അതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. നുസ്രത് ജഹാൻ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ചില വിവരങ്ങളുണ്ട്. മെക്സവൻ വിമർശനങ്ങളിൽ നിന്ന് AP വിഭാഗം പിന്മാറുന്നു എന്നുള്ള രീതിയിൽ ചില ഞാൻ നുസ്രത്തിലേക്ക് തിരികെ എത്താം. ഡോക്ടർ B ജയരാജിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. ഡോക്ടർ B ജയരാജ്, ഈ സമ്മർദ്ദത്തെക്കുറിച്ചാണ് യുവരാജ് ഗോകുൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ കത്ത് വരുന്നു മെക്സവന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അഹമ്മദ് ദേവർകോവിൽ ഈ P മോഹനൻ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു, വ്യായാമ പരിശീലനത്തെ എതിർക്കുന്നത് എന്തിന് എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ട് P മോഹനനെ എതിരിടുന്ന ഒരു സാഹചര്യം. അതുപോലെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം രംഗത്ത് വരികയാണ്. ഈ CPMൻ്റെ ഈ ആരോപണം എന്ന് പറയുന്നത് വെറും തമാശയാണ്, ഒരു ആശയപ്രചാരണവും നടക്കുന്നില്ല എന്ന് പറയുന്നു. അതായത് ഇടത് വലത് മുന്നണികൾ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒപ്പം VK ശ്രീകണ്ഠൻ്റെ പങ്കും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. VK ശ്രീകണ്ഠൻ പരിപൂർണമായും അതിനെ സ്വാഗതം ചെയ്യുകയും അതിൻ്റെ ഒരു മെക്സവൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരെ VK ശ്രീകണ്ഠൻ പോകുന്നൊരവസ്ഥയും ഉണ്ടായി. അതായത് ഇടത് വലത് മുന്നണികൾ വളരെ കൃത്യമായി ആസൂത്രിതമായ ഒരു നീക്കം P മോഹനെതിരെ നടത്തിയപ്പോൾ മോഹനന് പിന്മാറേണ്ടി വന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? ശ്രീ നീലിമ, ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ തന്നെ ഇനിയിപ്പോൾ ഒരു അസ്യൂം ചെയ്യുന്നതാണ്. അസ്യൂം ചെയ്താൽ പോലും അങ്ങനെ ഒരു നീക്കം ഉണ്ടായ പിന്മാറുന്ന ആളൊന്നുമല്ല P മോഹനൻ. P മോഹൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് നീലിമയ്ക്ക് വളരെയൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്ത് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം വരണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ആ സംഘടന അയാൾ എതിർക്കുന്നില്ല, അതിനകത്തുള്ള ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ചില വാട്സപ്പ് ഗ്രൂപ്പിന്റെ അങ്ങ് പറയുന്നത് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണോ ശ്രീ യുവരാജ് ഗോകുൽ? അല്ല, അന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അദ്ദേഹം അന്ന് വളരെ അഗ്രസീവായിട്ടാണ് ഈ പറയുന്ന മെക്സവൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം ആ പറയുന്ന പ്രസംഗത്തിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. പൊതുസമ്മേളനത്തിൽ. അതെ, അതിനുശേഷം അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വരുന്ന സമയത്ത്, മീഡിയ ചോദിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ഉള്ള തലത്തിലുള്ള അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതും വഴുവഴുപ്പൻ നയം സ്വീകരിക്കുന്നതും ഒക്കെ നമുക്ക് വിസിബിളാണ് സാറേ. ശ്രീ ഡോക്ടർ B ജയരാജ്, ഇത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു പിടിമുറുക്കം എന്ന് നമ്മൾ പറയുന്നത്. പിടിമുറുക്കുന്നത് എന്ന് പറയുന്നത് വളരെ കൃത്യമായി റിയാസിന്റെ കത്ത് വരുന്നു. അഹമ്മദ് ദേവർകോവിൽ, TV ഇബ്രാഹിം, അതുപോലെ VK ശ്രീകണ്ഠൻ, ഇവരെല്ലാവരും കൂടി വലിയൊരു സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഏറ്റവും വലിയ ബെനഫിഷ്യൽ ആകണമെന്ന് കരുതുന്ന CPMന്റെ ഒരു നേതാവിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി സമ്മർദ്ദം ചെലുത്തി കാണില്ലേ ജില്ലാ സെക്രട്ടറിക്ക് മുകളിൽ? ലോകമെമ്പാടുമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് എപ്പോഴെല്ലാം ഇടതുപക്ഷങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തെ റാഡിക്കൽ ഇസ്ലാം ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതറിയാവുന്നവർ തന്നെയാണ് CPMനകത്തുള്ള ആളുകൾ. ഇവർക്ക് ഈ ലോക സാഹചര്യങ്ങളെല്ലാം ഇഴകീറി പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ടറിയാം റാഡിക്കൽ ഇസ്ലാമുമായിട്ടുള്ള ഒരു തരത്തിലുള്ള, നേരത്തെ യുവരാജ് പറഞ്ഞ കണക്കുള്ള ബ്രിഡ്ജുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് കത്തിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഈ മത തീവ്രവാദികൾ എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ആത്മഹത്യാപരമായ ഒരു തരത്തിലുള്ള സമീപനവും വിശിഷ്യ CPMന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സംഘടനകൾക്കെതിരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് P മോഹൻ എടുത്തു പറഞ്ഞത് PFI, ജമാഅത്തെ ഇസ്ലാമി അവരുമായിട്ടുള്ള ഇലക്ട്രൽ യാതൊരു രീതിയിലുള്ള അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് മത്സരിച്ചതാണ് ഈ കഴിഞ്ഞ ഇതിനകത്ത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ PDP പിന്തുണ പ്രഖ്യാപിച്ചല്ലോ LDFന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. PDPയുടെ വിഷയം വേറെയാണ്, PDPയുടെ രാഷ്ട്രീയം വേറെ.
PDPയുടെ രാഷ്ട്രീയം വേറെയാണ്. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടരുത്. ഇതെല്ലാം ഇസ്ലാം ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകളാണെങ്കിൽ പോലും PDPയുടെ പ്രവർത്തന രീതി വേറെയാണ്, PFIയുടെ പ്രവർത്തന രീതി വേറെ രീതിയാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വേറെതാണ്, മുസ്ലിം ലീഗിന്റെ വേറെയാണ്, മറ്റു പല സംഘടനകളുടെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഞാൻ മദനിയെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയല്ലോ. PDP മഹത്തായ ഒരു പാർട്ടി ആയതുകൊണ്ടാണോ ശ്രീ ജയരാജ്? PDP മഹത്തായ പാർട്ടിയാണെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ലല്ലോ. PDP മഹത്തായ പാർട്ടിയാണെന്ന് ആരും അവകാശപ്പെട്ടൊന്നുമില്ല. PDPയെ ഇങ്ങനെ PFIയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ കഴിയില്ല. നീലിമ, അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് എന്നിൽ അടിച്ചേൽപ്പിക്കാതെ. ഞാൻ പറഞ്ഞത് ഓരോന്നിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഒന്നിന്റെ മതരാഷ്ട്രവാദമാണെങ്കിൽ വേറൊന്നിന്റെ ഫണ്ടമെന്റലിസമാണ്. PDP തരുമ്പോൾ PDPക്ക് ഒരു സൗമ്യഭാവം കൈവരുന്നു. അതേസമയം SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ, UDFനെ പിന്തുണയ്ക്കുമ്പോൾ അവർ മതരാഷ്ട്രവാദികളാകുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തക്കേടില്ലേ? ഇത് പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ ഡോക്ടർ ബി ജയരാജ്. തീർച്ചയായിട്ടും ഈ രണ്ട് സംഘടനയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുത്തില്ലല്ലോ. എല്ലാ ഇസ്ലാമിക സംഘടനകളും മതമൗലികവാദികളും ഇതൊരുമാതിരി എന്താണ് പറയുന്നത്, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നീലിമ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീലിമ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിനെ ഇഴകിറിച്ച് കീറി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അസഹിഷ്ണുതയുടെ ചോദ്യങ്ങളാണ്, ഇസ്ലാമോഫോബിക് ചോദ്യങ്ങളാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം കൃത്യമായിട്ട് അത് വിലയിരുത്തുക തന്നെ ചെയ്യും. കാര്യം എല്ലാവരെയും ഇന്നിപ്പോൾ PK ഫിറോസ് കളിച്ചതും ഇതേ ഗെയിം തന്നെയാണ്. ഞാനും PK ഫിറോസുമായിട്ട് ഇപ്പോൾ ദുബായ് ഒരു റേഡിയോ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് PK ഫിറോസ് പറഞ്ഞത് ഞങ്ങളുടെ പ്രദേശത്തെ മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രദേശത്ത് എന്ത് കൂട്ടായ്മ ഉണ്ടായാലും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് തീവ്രമായ സങ്കുചിതമായ വാദം തന്നെയാണ് ലീഗ് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. കാര്യം നമ്മൾ കളിക്കുന്നത് റിലീജിയനുമായിട്ടാണ്, നമ്മൾ ഇടയുന്നത് റിലീജിയനുമായിട്ടാണ്. വളരെ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് CPM തൊടുത്തുവിട്ട വിവാദം, അത് ഏറ്റെടുത്തത് സുന്നി വിഭാഗം.